നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ. അച്ചാറെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ അച്ചാർ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇപ്പോഴേ ഓറഞ്ചിൻ്റെ സീസണല്ലേ. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് നമുക്കൊരു കിടിലൻ അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഓറഞ്ചിൻ്റെ തൊലി മാത്രം മതി കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് ബാക്കി കളയുന്നല്ലേ. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ ആ നാരും അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4-5 ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. അതിന് ശേഷം അത് നല്ലപോലെ കഴുകി വാരി എടുത്തൊന്ന് അരിപ്പയിലിട്ട് ആ വെള്ളം ഒന്ന് വാർന്നു പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ട് ഒരു 3-4 ആയിട്ട് മടക്കി പിടിച്ച് അത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. കുഞ്ഞുകുഞ്ഞേ അരിയല്ലേ, അങ്ങനെ നമുക്ക് എത്ര കുഞ്ഞാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അതിനൊന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ മോൾ ഭാഗമൊക്കെ കളയണം കേട്ടോ. അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്ത് വന്നപ്പോൾ ഇത്രയുണ്ട്. ഇത് ഇത്തിരി വലുതായി പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീരെ കുഞ്ഞാക്കി അരിഞ്ഞോ, അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പുളി, നമ്മുടെ വാളം പുളി കുതിർത്തതാണ്. പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സംഗതികൾ മതി. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നമ്മുടെ പുളി കുതിർത്തതില്ലേ, പുളി പിഴിഞ്ഞത് ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. നമ്മൾക്ക് എത്രത്തോളം കഷ്ണങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള പുളിവെള്ളം. പിന്നെ ഇനി അതിലേക്ക് ഉപ്പിടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. ഞാൻ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നന്നായി ഇളക്കി കഴിഞ്ഞ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ പുളിവെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് തിളച്ചോട്ടെ വീണ്ടും. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ആ പച്ചമുളകും ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ. ഇനി അതിലേക്ക് ഒരു കഷണം ശർക്കര അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം കൂടെ. അപ്പോൾ തീ നമ്മൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ നമ്മുടെ പുളിവെള്ളം എല്ലാം അങ്ങ് വറ്റി മൊത്തം ഡ്രൈ ആയിപ്പോവും, അത് ഓർത്തോണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം സെറ്റായി. ആ ചൂട് കിടന്നൊന്ന് വെന്താൽ മതി. ആ ഓറഞ്ച് തൊലി ഒത്തിരി വെന്ത് പോകരുത്. ഇനി അതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ വേണ്ടത് നമ്മളുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് ഉണ്ടോ നമ്മളുടെ കടുക് വറുക്കൽ കഴിഞ്ഞു. ഇനി അതും കൂടി നമ്മുടെ അച്ചാറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഓറഞ്ച് അച്ചാർ സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ ചോറ് കഴിക്കാൻ തോന്നില്ലേ. അതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോഴേ 2 കാര്യം. ഓറഞ്ച് തൊലി എടുക്കുകയും വേണം, അപ്പോൾ നമുക്ക് ആ സൂത്രത്തിൽ ആ ഓറഞ്ച് അങ്ങ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഓറഞ്ച് കഴിച്ചുകൊണ്ട്, ഓറഞ്ച് തൊലി അരിഞ്ഞുകൊണ്ട് വേഗം തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കി നോക്ക്. ഇന്നത്തെ ഊണിന് നമുക്ക് ഒരു അടിപൊളി സ്പെഷ്യൽ അച്ചാർ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.